ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AD&RS വ്ലോഗ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന വീഡിയോ വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ കിഴിപ്പൊറോട്ട എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. ഇതെല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്യുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ആദ്യം തന്നെ നമുക്കൊരു വാഴയില ഇതിൻ്റെ ആവശ്യത്തിനായി നമുക്ക് നന്നായിട്ട് വാട്ടിയെടുക്കാം. ബീഫാണ് ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. ബീഫ് നല്ല കറി, നല്ല ഗ്രേവി ആക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് പൊറോട്ട ഞാൻ കീറി വെച്ചിട്ടുണ്ട്. ആദ്യം ഒരു പൊറോട്ട എടുത്ത് ഇലയിലേക്ക് വെച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബീഫ് കറി ഞാൻ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിന് മുകളിലേക്ക് നമ്മൾ കീറി വെച്ചിട്ടുള്ള കുറച്ച് പൊറോട്ട, അത് വളരെ എളുപ്പത്തിൽ നമുക്ക് എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കീറിയിട്ട് കൊടുത്തത്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള 2 സാധനങ്ങൾ, ഒന്ന് സവാളയും തക്കാളിയുമാണ്. ഞാനൊരു പകുതി സവാള പിന്നെ ഒരു തക്കാളിയുടെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് രണ്ടും നന്നായിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുത്തേക്ക്. പിന്നെ നമുക്കിതിലേക്ക് മല്ലിയില ഉപയോഗിക്കാം കേട്ടോ. കുട്ടികൾക്ക് അതിഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ സവാളയും തക്കാളിയും മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും തക്കാളിയും നമുക്ക് അതിന് മുകളിലേക്ക് എല്ലായിടത്തേക്കും ഒന്ന് വെതറി അങ്ങോട്ട് കൊടുക്കാം. നന്നായിട്ട് വെതറിയിട്ടതിന് ശേഷം നമ്മളുടെ ബീഫ് കറി, നിങ്ങൾക്ക് ചിക്കൻ കറിയോ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ കൂടുതൽ നന്നായിട്ടുണ്ടാവുന്ന ബീഫാണ്. നന്നായിട്ട് ഒന്നും കൂടെ കുറച്ച് എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു പൊറോട്ട എടുത്ത് നമുക്കതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നന്നായി കിഴികെട്ടുക. വാഴയുടെ ആ നാരുകൊണ്ട് തന്നെ കേട്ടോ ഞാൻ കിഴികെട്ടിരിക്കുന്നത്. അത് അഴിഞ്ഞു പോകാത്ത രീതിയിൽ നന്നായിട്ട് കെട്ടിക്കൊടുക്കണം. ഇതഴിഞ്ഞു പോകരുത്. എന്നിട്ട് ഒരു പാൻ എടുത്ത് നമ്മളത് അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് നന്നായിട്ടൊന്ന് പാനിൽ എണ്ണ ചൂടാകുക. അത് കിഴി നമുക്ക് അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഒരു പാത്രം നല്ല മൂടി കൊണ്ട് അടച്ച് വെച്ച് ആ കിഴി നന്നായിട്ടൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. ഒരു 10-15 മിനിറ്റ് മതിയാകും. ഇടയ്ക്കൊക്കെ ഒന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ കിഴി പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. നമ്മളുടെ കിഴി പൊറോട്ട റെഡി ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. തുറക്കുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. കാരണം നല്ല ആ ഇലയിലൊക്കെ അടഞ്ഞിരുന്നുള്ള ആവി കയറിൻ്റെ നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടുന്നുണ്ട്. ഇത് കണ്ടോ, നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മളുടെ കിഴി പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഒട്ടും ചിലവില്ലാത്ത രീതിയിൽ തന്നെ നമ്മുടെ കിഴി പൊറോട്ട റെഡിയായി.